ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 9 മണിക്ക് മുനിസിപ്പാലിറ്റിയിൽ എത്തണമായിരുന്നു. അപ്പം ഞങ്ങൾ 7:30 ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ആ ബസ് മിസ്സായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ വേറെ ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി മുനിസിപ്പാലിറ്റിയിലെത്തി. ഫീൽഡെന്ന് പറയുന്ന എന്നെ കൊണ്ടുപോകുന്നു. നമുക്ക് ഇന്നലെ പറഞ്ഞ് ഹരിതകർമ്മ സേനയുടെ കൂടെ പോകണം. നേരം വിളിക്കുമ്പോൾ വരണമെന്ന്. പിന്നെ മാറ്റി പറഞ്ഞു 9 മണിക്ക് എത്തിയാൽ മതി. ഇല്ലെങ്കിൽ എന്തിനാ നമുക്ക് അറിഞ്ഞൂടാ. അതെ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 9:30 ആയപ്പം ഫീൽഡിന് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 5 പേരായിരുന്നു ഫീൽഡിന് പോകാനായിട്ട് പോയിരുന്നത്. എന്നെ പിടിച്ചോണ്ട് പോകണം. പാവം കൊച്ചി. നമ്മളിപ്പോൾ എവിടെയാണ്? എന്നെ പിടിച്ചോണ്ട് പോകുന്ന പാവം കൊച്ചിനകത്തോളം സ്നേഹം. എല്ലാവരും അങ്ങോട്ടൊക്കെ പോകുന്നു. നമ്മളിപ്പോൾ പോകുന്ന വർക്കർ സ്റ്റാൻഡിൽ പോകും. ചേച്ചി അങ്ങനെ ഞങ്ങളെല്ലാവരെയും ഡിവൈഡ് ചെയ്ത് പല സ്ഥലത്തോട്ടാക്കി. അങ്ങനെ ഞങ്ങൾ 5 പേരും പിന്നെ 2 ആൻറ്റിമാരുമായിരുന്നു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഒരു പരിസരത്തായിരുന്നു ഞങ്ങളുടെ ഫീൽഡ്. അങ്ങനെ കൂടെ വന്ന ആൻറ്റിമാർക്കൊക്കെ നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും അങ്ങനെയൊക്കെ കുറേ വീടുകളിൽ കയറിയിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ ഒരു വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ആൻറ്റി വന്നപ്പോഴേ കയറി ഇരിക്കാൻ പറഞ്ഞു. വെള്ളമൊക്കെ കലക്കുന്നുണ്ട്. അവിടെ നമ്മളാണ് കലക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ വീടുകളിലൊക്കെ കയറിയിട്ട് തിരിച്ച് ആ വീട്ടിൽ തന്നെ പിന്നെയും വന്നു. കാരണം ഞങ്ങളെ കൂടെ വന്ന ആൻറ്റിമാർ പറഞ്ഞു അവർക്ക് ഇനിയും വീടുകളിൽ കയറാനുള്ളതുകൊണ്ട് ഞങ്ങളെ നടത്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഹായ് പറയൂ. ഹായ് വാ. ഹലോ ഗൈസ്. രണ്ടി പോണു ഗൈസ്. ഇപ്പോൾ വൈറൽ ആവുന്നത്തെ പോലെ. ഇതാണ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ അൽജസീർ ഇവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റെക്കോർഡൊക്കെ എഴുതി. അങ്ങനെ ഗെയിമൊക്കെ കളിച്ചു പോകാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ് കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ആ ബസ് പോയി. ഗൈസ്, നമ്മൾ തുമ്പോടെത്തി. നോക്കി ഹായ് കാണിക്കുന്ന കാരണം ബസ് പോയി. എന്റെ കാല് നിങ്ങൾ കാണണം. നീര് വന്ന ഒരു ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാട്ടൊക്കെ കേട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.